ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കോള ഉരുണ്ട അല്ലെങ്കിൽ ചിക്കൻ കൊഫ്ത എന്ന് പറയും. ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ്. ഞാൻ ചിക്കൻ്റെ ഫ്ലഷ് പീസസ്, ബോൺലെസ് പീസസ് എടുത്തിട്ട് അത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന, കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഒരു ബൗൾ എടുത്താലും മതി. അത് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് പൊട്ടുകടല, കടലമാവിൻ്റെ പൊടിയാക്കാനുള്ള ഇതാണ് പൊട്ടുകടല എന്ന് പറയും. അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ആണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ. പിന്നെ പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, കുറച്ച് കുരുമുളക് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് പൊടി ഐറ്റവും ഇതിലെല്ലാം നമുക്ക് മസാലകളായിട്ട് വേണ്ടത്. ഇനി നമുക്ക് സവാള, ഒരു വലിയ സവാള ചെറുതാക്കി മുറിച്ചതാണ്, കട്ട് ചെയ്ത് ചെറുതാക്കി മുറിച്ച് കട്ട് ചെയ്തതാണ്. പിന്നെ ചില്ലി, അതായത് പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ജിഞ്ചർ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി അത് രണ്ടും ഓരോരോ ടീസ്പൂൺ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പൊട്ടുകടല പൊടിച്ച് വയ്ക്കാം. പൊടിച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ ചെറിയ ബൗളിൽ പൊട്ടുകടല ഫസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 1 കപ്പ് എടുത്ത് വെച്ചത്, അതായത് ചെറിയൊരു കപ്പ് മതി. നമുക്ക് ശരിക്കും ഒരു 4 ടീസ്പൂൺ പൊടിയാണ് വേണ്ടത്. 4-5 ടീസ്പൂൺ പൊടി വേണ്ടി വരും. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊട്ടുകടല നല്ലോണം പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പൊട്ടുകടല തന്നെ എടുക്കണം, എന്നിട്ട് നല്ലോണം നമ്മൾ പൊടിച്ച് എടുക്കണം. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിൽ ചേർക്കേണ്ടത്. കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൊട്ടുകടലയുടെ പാക്കറ്റ് കിട്ടും. ആ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ 3-4 ടീസ്പൂൺ നമുക്ക് വരും. അതനുസരിച്ചിട്ട് നമുക്കിത് ഫസ്റ്റ് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ചിക്കൻ ക്രഷ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ബോൺലെസ് പീസ് ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മൾ വേവിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ച് വെച്ചേക്കുന്നത്. അത് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കേട്ടോ, ഇതുപോലെ ക്രഷ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ, ക്വാണ്ടിറ്റി എടുക്കാം. ഞാനിവിടെ കുറച്ച് ബോൺലെസ് പീസസ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്യണം. ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം പിന്നെ പെരിഞ്ജീരകവും ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, ജിഞ്ചർ പേസ്റ്റ് ആക്കിയത്, പിന്നെ ചില്ലി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണം. ഇതെല്ലാം കൂടെ, അതായത് ഇപ്പോൾ ജീരകം ഇട്ടിട്ടുണ്ട്, പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, ഗാർലിക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ടിട്ടുണ്ട്, ജിഞ്ചർ ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഇട്ടിട്ടുണ്ട്, ചില്ലി ക്രഷ് ചെയ്തത് നല്ലോണം ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ജസ്റ്റ് ഇങ്ങനൊരു ബ്രൗൺ ആവണമെന്നൊന്നുമില്ല, ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അതിൽ കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഞാൻ മല്ലി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മല്ലിപ്പൊടിയാണ് എടുക്കണമെങ്കിൽ ഇത് നല്ലോണം ഫ്രൈ ആയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്താൽ മാത്രം മതി. കുറച്ച് മതി കേട്ടോ മല്ലിപ്പൊടി. കണ്ടോ, കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരു 5 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്.
കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്, തണ്ടോട് കൂടി തന്നെ നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്യാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല. ഇത്രയും പൊടികൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യണം. പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാൻ പോവാം. ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ രൂപത്തിൽ വേണം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ ചെയ്ത് വെച്ച ആ മിക്സ്ചർ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടി ആറിയതിന് ശേഷം ഇനി നമുക്ക് 2 സാധനം കൂടെ ചേർക്കാനുണ്ട്. അതായത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടല, ഒരു മുട്ടയുടെ പകുതി, ഇത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാനുണ്ട്. ഇത് ചൂടാറിയിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പൗഡേർഡാക്കി നല്ല പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ പൊട്ടുകടലയുടെ പൊടിയും ഒരു മുട്ടയുടെ പകുതിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതല്ല, ഇത് നമ്മൾ പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഇനി നമുക്ക് ഒന്നും കൂടെ ഇതെടുത്ത് മിക്സിയിലിട്ട് ഈ പേസ്റ്റ് പോലത്തെ ആക്കിയെടുക്കും. ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. മിക്സീൻ്റെ ബൗളിലിട്ട് കണ്ടോ നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് കടലമാവ്, അതായത് പൊട്ടുകടല, നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടുകടല ആഡ് ചെയ്യാം. നമ്മൾ പൊട്ടുകടല ആഡ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കുകയാണ്. ഇനി നമുക്ക് മുട്ട ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ പകുതി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. മുട്ടയുടെ ഇതും ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ ഒരു മുട്ട പൊട്ടിച്ചത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ ചേർത്ത പൊട്ടുകടലയുടെ പൊടിയും ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ ബോൾസാക്കി എടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയും പൊട്ടുകടലയുടെ പൊടിയും എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ബോൾസാക്കി വയ്ക്കുക. ഇതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആ ബോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് എടുക്കാം. ബോൾസ് എണ്ണയിലിരുന്ന് ഫ്രൈ ആവുകയാണ് കണ്ടോ. ഒരു ബ്രൗൺ നിറമാകുന്നവരെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചിക്കൻ വെന്തിരുന്നാൽ വേവിച്ച് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു 10 to 12 മിനിറ്റ്സ് മതി ഫ്രൈ ചെയ്തെടുക്കുന്നതിന്. ബാക്കിയല്ല ഇപ്പോൾ ഇതിനകത്തെല്ലാം കുക്കായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ബോൾസ് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഉണ്ടോ,
നമ്മുടെ ഫസ്റ്റ് സെറ്റ് 4 നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത്. ഇനി അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കോള ഉരുണ്ട അല്ലെങ്കിൽ ചിക്കൻ കൊഫ്ത എന്ന് പറയും. ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു 10 to 12 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു.